Hello friends, welcome to channel. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് OPPO W31 ENCO W31ന്റെ ഒരു ഫുൾ റിവ്യൂ ആണ്. ഇതൊരു ട്രൂ വയർലെസ് ഇയർഫോൺ ആണ്. നിങ്ങൾ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ കാണാത്തവർ നമ്മുടെ ചാനലിൽ പോയി ഇത് കാണുക. ഞാൻ എന്തായാലും നമ്മുടെ മുകളിലും നമ്മുടെ ഇതിലിടാം, സൈഡിൽ കാണാൻ നിങ്ങൾക്ക് പറ്റും കുറച്ച് കഴിയുമ്പോൾ അതിലിടാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇതൊരു 3499 ആണ് പ്രൈസ് എനിക്ക്. പക്ഷേ എനിക്ക് കിട്ടിയത് ഓഫറിൽ 2999 കിട്ടി. പക്ഷേ ഈ റേഞ്ചിലുള്ള ബെസ്റ്റ് സാധനം ഉണ്ടെന്ന് വെച്ചാൽ നല്ല ബാസും നല്ല ട്രബിളൊക്കെ ഉള്ളൊരു ട്രൂ വയർലെസ് ഇയർഫോൺ തന്നെയാണ്. പിന്നെ കോൾ ക്വാളിറ്റിയും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. അപ്പോൾ ഡയറക്റ്റ് ഫുൾ റിവ്യൂലേക്ക് പോകാം. അപ്പോൾ ബോക്സിങ്ങൾ എന്തായാലും അൺബോക്സിങ്ങിൽ കണ്ടിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സ്പെക്സ് ഞാൻ എന്തായാലും പറയാം. ഇതിന് ഡ്യുവൽ വോയിസ് മൈക്ക് ഉണ്ട്. അതുപോലെ നമുക്ക് ബാസ് മോഡ് എക്സ്ട്രാ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് വരും. അതുപോലെ ഡ്യുവൽ മൈക്രോഫോൺ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. വിയർ ഡിറ്റക്ഷൻ ഉണ്ട്. അതുപോലെ സെൻസർ ഉണ്ട്. പിന്നെ ടച്ച് കൺട്രോൾസും ഉണ്ട്, പക്ഷേ ലിമിറ്റഡ് ആണ്. പിന്നെ IP54 റേറ്റാണ്, വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ് ഒരു ലിമിറ്റ് വരെ. പിന്നെ അതിൻ്റെ പ്രൈസ് പറഞ്ഞാൽ 3499 ആണ്. അപ്പോൾ നമുക്കിത് ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമുക്കിതാണ് നമ്മുടെ അതിൻ്റെ കേസ് വരുന്നത്. ചളിയുണ്ട്. ഞാനിപ്പോൾ അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്തു. അപ്പോൾ ട്രെയിനിലും ഒക്കെ വെച്ച് യൂസ് ചെയ്ത് നോക്കി. ഞാനിപ്പോൾ അത്യാവശ്യം ഞാനിപ്പോൾ എറണാകുളത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ട്രെയിനിലാണ് പോയിരുന്നു. അപ്പോൾ ട്രെയിനിലും വെച്ചൊക്കെ നോക്കി. ഇപ്പോൾ ഇതിൻ്റെ വോയിസ് നമ്മുടെ മൈക്ക് ക്വാളിറ്റിയും ഒക്കെ നോക്കി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാം. നമുക്ക് ഫസ്റ്റിൻ്റെ ഈ സാധനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഒരു മാറ്റ് ഫിനിഷാണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ സ്മഡ്ജസും കോറലൊന്നും അങ്ങനെ വരുന്നില്ല കേട്ടോ. ഞാൻ അത്യാവശ്യം നല്ല റിവ്യൂസ് തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇല്ല. പക്ഷേ ഒരു 1 hour കൊണ്ട് അത്യാവശ്യം ഫുൾ ചാർജ് അല്ല ഒരു 70-80% ഒക്കെ ആവുന്നുണ്ട്. പിന്നെ ചാർജ് നിൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2.5 hour to 3 hour നമ്മുടെ ബഡ്സിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതിലായിട്ടൊരു 12 hour കിട്ടുന്നുണ്ട് ഫുള്ളായിട്ട്. കറക്റ്റ് ഫുള്ളായിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയില്ല, പക്ഷേ ഓൾമോസ്റ്റ് 12 hour കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് എനിക്ക് കിട്ടിയിരുന്നു ഫുൾ, പക്ഷേ ഡിസ്ചാർജ് ആയിരുന്നില്ല. പിന്നെ നമുക്ക് ഇതിൽ നോക്കാനുള്ളത് ഇപ്പോൾ ബാറ്ററി കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ ബാറ്ററിയും അത്യാവശ്യം നല്ലതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ നമ്മുടെ ബഡ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ ബഡ്സും എല്ലാം പ്ലാസ്റ്റിക് തന്നെയാണ്, പക്ഷേ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടാകും നമ്മുടെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടയാന്നൊക്കെ. പക്ഷേ നല്ല ബിൽഡ് ക്വാളിറ്റി, ഹിഞ്ചൊക്കെ നല്ല ടൈറ്റ് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ശരിക്കും 2999 അതോ 349 അതിനെക്കാട്ടും നല്ലൊരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഇതിൽ തൊടുന്നുമ്പോൾ ഫീൽ ഉണ്ട്. കുറേ യൂട്യൂബേഴ്സ് പറയുന്നുണ്ടായിരുന്നു ഇത് അത്ര ഫീലിംഗ് തോന്നുന്നില്ല, ഭയങ്കര ചീപ്പായിട്ട് തോന്നുന്നു. പക്ഷേ അതല്ലെങ്കിൽ അല്ല കേട്ടോ. ശരിക്കും ഞാൻ പറയാണ് നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട്. ഞാൻ ഇതും സംശയമായിട്ട് ഞാൻ വാങ്ങിച്ച് നോക്കി തന്നെ. പക്ഷേ നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട്. നമ്മുടെ കേസ് നല്ല ക്വാളിറ്റി തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ എന്താ പറയുക Type-C കേബിൾ ചാർജിങ് കാണാൻ പറ്റും. പിന്നെ ഇതും ഒന്നുമില്ല, OPPO ബ്രാൻഡിങ് മാത്രമേ ഉള്ളൂ കാര്യം ഇതിൻ്റെ സ്പെക്സ് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് ഇതിന് ബോൾ കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ കേസ് വരുന്നതിൻ്റെ ഒരു കറക്റ്റായിട്ട് ഫിറ്റായിട്ടിരിക്കാനുള്ളൊരു ആ കേസിൻ്റെ സ്റ്റൈൽ തന്നെ ഒരു മുകളിൽ ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കാണാം റീസെറ്റ് ബട്ടണും പെയറിംഗ് ബട്ടണും ഇവിടെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഒരു ചെറിയൊരു ലൈറ്റ് അതിനെ കാണണ്ടായിരിക്കും നിങ്ങൾ അതിൽ കാണാൻ വരുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് കാണാം ലൈറ്റ് കണ്ടു യെല്ലോ, അതൊരു യെല്ലോ ഗ്രീൻ അതുപോലെ റെഡും ആവട്ടെ. പിന്നെ പെയറിംഗ് മോഡലായി കഴിഞ്ഞാൽ വൈറ്റ് ആവുക ചെയ്യാം. പെയറിംഗ് മോഡലാണെങ്കിൽ ജസ്റ്റ് അമർത്തി പിടിച്ചാൽ മതി. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിത് ഇയറിൽ കറക്റ്റാണ്. ഞങ്ങൾക്കൊന്ന് അടുത്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കറക്റ്റ് ഇയറിൽ വെക്കുന്നതിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വരുന്ന വിചാരിക്കുന്നു. ഇയറിൽ എങ്ങനെ ഇരിക്കുന്നത് ഞാൻ 2 വെച്ച് കാണിച്ചു തരാം. പക്ഷേ നമ്മളിത് വെക്കുമ്പോൾ തന്നെ ഇതിലൊരു ബീപ്പ് സൗണ്ട് വരും. ഓൾറെഡി നമ്മൾ ചെവിയിൽ വെച്ചു എന്നുള്ള ഒരു സെൻസർ ഓൺ ആയതാണ് കാണിച്ചത്. നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ അതിൽ പറയുകയും ചെയ്യും കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ നമുക്കിപ്പോൾ ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാസ് മോഡിലേക്ക് മൂവ് ചെയ്യും. ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് സോങ്ങിലേക്കും മൂവ് ചെയ്യും. നമ്മുടെ ടച്ച് റെസ്പോൺസിനെ കുറിച്ചാണ് ഞാൻ അടുത്ത് പറയാനുള്ളത്, ശരിക്കും നോക്കാനുള്ളത്. നമുക്ക് ഇനി ടച്ച് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഒരു 70-80% നമുക്ക് ടച്ച് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കുറച്ച് പെർസെൻറ്റേജ് നമുക്ക് റെസ്പോൺസ് കുറവാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ആക്കിയെന്ന് വെച്ചപ്പോൾ അതിൻ്റെ ആകുന്നില്ല. അപ്പോൾ നമ്മളൊരു 5 വട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു 3 വട്ടമാവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് പറയാൻ പറ്റുകയാണെങ്കിൽ നോക്കാൻ പറ്റില്ല. എന്തായാലും ഒരു 70% 70-80% ഇടയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു റെസ്പോൺസിങ് ഇഷ്യൂ ഉണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഈ റേഞ്ചിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിലും ഉണ്ടായിരിക്കും. മിക്കതും നമ്മുടെ W51 ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ നോക്കിയിട്ടില്ല. ഈ റേഞ്ചിൽ ബാക്കി എല്ലാത്തിനും റിയൽമീനൊക്കെ ഉണ്ട് ഈ ഇഷ്യൂ, ടച്ച് റെസ്പോൺസ് ഇഷ്യൂ ഉണ്ട്. പിന്നെ സൗണ്ട് ക്വാളിറ്റിയാണ് മെയിൻ. നമ്മുടെ എന്തായാലും ഇയർഫോണാണല്ലോ, അപ്പോൾ മെയിൻ സൗണ്ട് ക്വാളിറ്റി ആണല്ലോ. സൗണ്ട് ക്വാളിറ്റി എന്തായാലും ഞാൻ പറയാനുള്ളത്
ശരിക്കും ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റേഞ്ചിൽ വരുന്ന ട്രൂ വയർലെസ് ഇയർഫോണിൽ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് ഞാൻ പറയും. എന്ന് വെച്ചാൽ റിയൽമി നോക്കിയിട്ടുണ്ട്, അതേപോലെ ഇനിയിപ്പോൾ എന്താ നമ്മുടെ OnePlus നോക്കിയിട്ടുണ്ട്. OnePlusഉം ഇത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, പക്ഷേ ബാസ് ഇതിനെ കൂടുതൽ. OnePlusന് ബാസ് ഇല്ല, ഭയങ്കര ഒരു പ്ലെയിൻ സൗണ്ടാണ്. OnePlus ഇതിനായിട്ടും ഇപ്പോൾ ഞാൻ അടുത്ത സമയത്താണെങ്കിൽ ഇത് സെയിം പ്രൈസ് ആയിരുന്നു, പക്ഷേ OnePlusന് ഇപ്പോൾ 2,999 ആണ്. ഇതിനൊരു 500 രൂപ കൂടുതലാണ്, പക്ഷേ ആ 500 രൂപയുടെ ബാസും എഫക്റ്റ് ഇതിന് കൂടുതലുണ്ട്, അത് നിങ്ങൾ ഓർക്കണം. പിന്നെ അതിന് ഈ ബ്ലാക്ക് കളേഴ്സിന് അവൈലബിൾ അല്ല OnePlusന്, അത് വേറെ റീസണാണ്. പിന്നെ അടുത്ത് പറയുന്നത് കോൾ ക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം അതിൽ ഡ്യുവൽ മൈക്ക് ഉള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, താഴെയല്ല ഇവിടെയുണ്ട്, പിന്നെ ഇവിടെയുണ്ട്. ഇപ്പോൾ ഡ്യുവൽ മൈക്ക് ഉണ്ട്. ഏതാ താഴെ ക്ലിയർ ആവില്ല ചിലപ്പോൾ, ഇത്ര ടൈനി ഇതാണ് സംഭവമാണ്. പിന്നെ അതിൻ്റെ കംഫർട്ടിനെ കുറിച്ച് വേണം നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ മൈക്ക് ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ല മൈക്ക് ക്വാളിറ്റി തന്നെയാണ്, പക്ഷേ ഒരു അത്യാവശ്യം ഒരു നല്ല സൗണ്ടും അതുപോലെ ഫാൻ സൗണ്ടൊക്കെ വന്ന സംഭവം നമ്മളിതിൽ നിങ്ങൾക്കറിയാം, അതിൽ നോയ്സ് ക്യാൻസലേഷൻ ഇല്ല. അപ്പോൾ അങ്ങനത്തെ എഫക്റ്റ് വരുമ്പോൾ സൗണ്ട് കുറച്ച് പ്രശ്നമാണ്. വെച്ചാൽ സ്പോൺസ് അപ്പുറത്തെ ആൾക്കാർക്ക് കുറച്ച് പ്രശ്നമാണ്. മെയിനായിട്ട് നമ്മുടെ ഡിസ്റ്റർബൻസ് ആണ് വരിക. അല്ലാത്തപ്പോൾ സൂപ്പറാണെന്ന് തന്നെ പറയാം. എല്ലാത്തിനായിട്ടും OnePlusനായിട്ടും നല്ലതാണ്, അതുപോലെ നമ്മുടെ റിയൽമിനായിട്ടും നല്ലതാണ്. എന്നുവെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ ക്വാളിറ്റിയും, അതുപോലെ നമ്മുടെ കോൾ ക്വാളിറ്റി ആയാലും മ്യൂസിക് ക്വാളിറ്റി ആയാലും സൂപ്പറായിട്ടുണ്ട്. പിന്നെ കംഫർട്ടിനെ കുറിച്ച് പറയാനുള്ളതാണ് അടുത്ത് പറയാനുള്ളത്. എനിക്ക് കംഫർട്ട് നോക്കി കഴിഞ്ഞാൽ ഓക്കെയാണ്, ഇയർ പെയിൻ ഒന്നും വരുന്നില്ല. പക്ഷേ ചിലപ്പോൾ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഇവിടെ കാണാം, ഇതിൻ്റെ ഈ സൈഡായിട്ട് അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക സൈസ് കൂടുതലാണ്. അപ്പോൾ കുറേ പേർക്ക് ചിലപ്പോൾ ചെവിക്ക് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇതിപ്പോൾ ഹാൻഡ് ഓൺ ചെയ്തിട്ട് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ ബാക്കി എല്ലാ കാര്യത്തിലും ബെസ്റ്റാണ്. പക്ഷേ ഈ ഇഷ്യൂ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഇത് പിന്നെ രക്ഷയില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒരു യൂസ് ഇല്ലല്ലോ. പക്ഷേ എനിക്ക് ഇഷ്യൂ ഇല്ല, എനിക്ക് മോസ്റ്റ്ലി എല്ലാത്തിലും നമ്മുടെ ഈ ബഡ്സ് ഒരു ട്രിപ്പ് അതിൽ 3 ബഡ്സ് എക്സ്ട്രാ വരുന്നുണ്ട്, പക്ഷേ എനിക്ക് എല്ലാത്തിനും ഡിഫോൾട്ട് ബഡ് തന്നെ കംഫർട്ടബിൾ ആവാറുണ്ട്. ഇതും അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ കുറേ നേരം ഉപയോഗിച്ചതാണ്. ഇപ്പോൾ കോൾ ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞു, സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞു, ബെസ്റ്റാണ്, കംഫർട്ടബിളാണ്. അത് സബ്ജക്റ്റീവാണ്, നമ്മുടെ ചെവിയുടെ സൈസിനനുസരിച്ച് സബ്ജക്റ്റീവാണ്. പിന്നെ ബാറ്ററി ലൈഫും ആവറേജാണ്, വലിയ ബെസ്റ്റാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ആവറേജാണ്. പിന്നെന്താ ബിൽഡ് ക്വാളിറ്റി നല്ല പ്രൈസ് നോക്കുകയാണെങ്കിൽ സൂപ്പർ വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് താഴെ ഇടാം. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ധൈര്യമായിട്ട് വാങ്ങാം, ഗ്യാരണ്ടിയാണ്, ബെസ്റ്റ് സാധനമാണ്. എന്തായാലും റിയൽമിനായിട്ടും സൂപ്പറാണ് ഞാൻ എന്തായാലും പറയാം, OnePlusനായിട്ടും നല്ലതെന്ന് പറയും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ വീഡിയോ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത് എൻ്റെ അൺബോക്സിങ് വീഡിയോ കാണാത്തവർ നമ്മുടെ ചാനൽ പോയിട്ട് അൺബോക്സിങ് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.